നമ്മൾ ഒരുപാട് BLDC ഫാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ തന്നെ മെയ്ഡ് ഇൻ ചൈനയാണ്. പക്ഷേ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ. നമ്മുടെ കോയമ്പത്തൂരുള്ള സൂപ്പർ ഫാൻ. വളരെ കുറച്ച് കറണ്ട് മാത്രം എടുത്ത് ഉപയോഗിക്കുന്ന ഫാനാണ് BLDC ഫാൻ. അത് വളരെ കുറഞ്ഞ വോൾട്ടേജിലും വർക്കാകും. നമ്മുടെ തമിഴ്നാട് കോയമ്പത്തൂര് ഉള്ള സൂപ്പർ ഫാൻ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയാണ് 2012 ഇന്ത്യയിൽ ആദ്യമായിട്ട് BLDC ഫാനുകൾ മാർക്കറ്റിൽ ഇറക്കിയത്. സൂപ്പർ ഫാൻ്റെ എല്ലാ മോഡലിനും നിലവിൽ 5 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. മറ്റൊരു കമ്പനിയും എല്ലാ മോഡലിനും 5 വർഷം വാറണ്ടി കൊടുക്കുന്നില്ല. മറ്റൊരു കമ്പനിക്കും ഇല്ലാത്ത പല ടൈപ്പ് ഫാനുകളും ഈ ഒരു സൂപ്പർ ഫാൻ എന്ന് പറഞ്ഞ കമ്പനി മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഒരുപാട് BLDC പെഡസ്റ്റൽ ഫാൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഒട്ടുമിക്കതും മെയ്ഡ് ഇൻ ചൈനയാണ്. കമ്പനിയൊക്കെ ഇന്ത്യയുടെയാണ്, പക്ഷേ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ പെട്ടിയുടെ പുറത്ത് തന്നെ മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയിൽ വെക്കുന്ന ഒട്ടുമിക്ക BLDC ഫാനും 2 വർഷം വരെയാണ് മാക്സിമം വാറണ്ടി കൊടുക്കുന്നുള്ളൂ. എന്നാൽ ഇത് BLDC ഫാനായിട്ട് വരെ നമുക്കാണെങ്കിൽ 5 വർഷം വാറണ്ടി ലഭിക്കുന്നുണ്ട്. നമ്മളെ സൂപ്പർ ഫാൻ്റെ ഏതെങ്കിലും ഒരു ഫാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പാക്കിങ്ങിൽ യാതൊരുവിധ പ്ലാസ്റ്റിക്കും അവർ ഉപയോഗിക്കുന്നില്ല. അത് നല്ലൊരു കാര്യമാണ്. ഏതാണ്ട് 1 മാസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അതിപ്പോൾ ശരിയായി വരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഒരു മോട്ടറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് വലിപ്പമുണ്ട്, കുറച്ച് വെയിറ്റുമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് പല കമ്പനിയുടെ BLDC ഫാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടെ ഒരു വെയിറ്റ് ഇതെടുത്തപ്പോൾ എനിക്ക് തോന്നി. ഈ സൂപ്പർ ഫാൻ്റെ സീലിംഗ് ഫാൻ ആണെങ്കിൽ ഞാൻ ഏതാണ്ട് 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ 7 വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന റിമോട്ടൊക്കെ ആണെങ്കിൽ നല്ല പക്കാ റിമോട്ടാണ്. യാതൊരുവിധ കംപ്ലൈൻറ്റും വന്നിട്ടില്ല. കേരളത്തിൽ സൂപ്പർ ഫാന് സർവീസ് ഉണ്ട്. പിന്നെ സർവീസ് കിട്ടാത്ത ഏരിയയിൽ നിങ്ങൾക്ക് കൊറിയർ സർവീസ് വഴി ഫാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫാൻ ഫിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രമാണ് ആവശ്യമുള്ളൂ. ഈ കാണുന്ന പോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്ത്യയിൽ സാധാരണ കിട്ടുന്ന എല്ലാ പെഡസ്റ്റൽ ഫാനും എങ്ങനെയാണ് പിടിപ്പിക്കുന്നത് ആ ഒരു രീതി തന്നെയാണ് ഇതും പിടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് അറിയാൻ ഒന്നുമില്ല. നമ്മളെ ഇന്ത്യയിൽ വർഷങ്ങളായിട്ട് കണ്ടുവരുന്ന പെഡസ്റ്റൽ ഫാൻ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതേ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇത് വരുന്നത്. പക്ഷേ ചൈനയുടെ BLDC ഫാൻ ആണെങ്കിലും പെഡസ്റ്റൽ ഫാൻ ആണെങ്കിലും കുറച്ചും കൂടെ കാണാൻ ലുക്കുണ്ട്. അത് പിടിപ്പിക്കാനും കുറച്ചും കൂടെ എളുപ്പമുണ്ട്. പക്ഷേ എങ്കിൽ അതിൻ്റെ കാറ്റ് നമ്മുടെ ഇന്ത്യൻ ഫാൻ്റെ അത്രമില്ല. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ കുറ്റം പറയാൻ പാകത്തിനൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. മോട്ടറിനാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. എന്നാൽ ഈ പറഞ്ഞ പോലെ ആ ഒരു സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഫാൻ തൂങ്ങിപ്പോകുന്ന സെറ്റപ്പ് ഒന്നുമില്ല. സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചില ഫാനൊക്കെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴേ അത് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്ന ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. പക്ഷേ ഇതിലങ്ങനെയൊന്നുമില്ല. കാറ്റടിച്ചാൽ മറിഞ്ഞൊന്നും വീഴത്തില്ല. 5 വർഷം ഈ ഒരു ഫാന് വാറണ്ടി കമ്പനി കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നിങ്ങളാണെങ്കിൽ ഈ ഒരു ഫാൻ കിട്ടുമ്പോൾ അതിൻ്റെ പെട്ടിയുടെ പുറത്ത് ഒരു ബാർകോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്താൽ ഇവരുടെ സൈറ്റിൽ ചെല്ലും. അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് വാറണ്ടി രജിസ്റ്ററായി. ഈ ഒരു ഫാനെ കാണുമ്പോഴേ അത്യാവശ്യം നല്ല ലുക്ക് തന്നെ ഉണ്ട്. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മോശമൊന്നും പറയാനൊന്നുമില്ല. നമ്മുടെ ഇന്ത്യൻ ഫാൻ എങ്ങനെയാണോ ആ ഒരു സെറ്റപ്പ് തന്നെയുണ്ട്. പിന്നെ മാക്സിമം 35 വാട്ട് വരെയാണ് ഈ ഒരു ഫാൻ എടുക്കുന്നത്. നിങ്ങൾ സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വാട്ട് കുറഞ്ഞു വരും. അപ്പോൾ കറണ്ട് ബില്ലും കുറയും. 1 മുതൽ 5 വരെ നമുക്ക് റിമോട്ട് ഉപയോഗിച്ചിട്ട് സ്പീഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ ഫാൻ ഓണാക്കാനും ഓഫാക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ടൈമറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫാനകത്താണെങ്കിൽ ആകെ ഒരു സ്വിച്ച് ഉള്ളൂ. ആ സ്വിച്ച് തന്നെ ഓണാക്കാനും ഓഫാക്കാനും പറ്റും. പിന്നെ സ്പീഡ് ചേഞ്ച് ചെയ്യാനും പറ്റും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം വളരെ സിമ്പിളാണ്. റിമോട്ട് ഉപയോഗിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നടക്കുന്നത്. റിമോട്ടൊക്കെ നല്ല പക്ക ക്വാളിറ്റിയാണ്. നമ്മളിത് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടും യാതൊരുവിധ കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ഒരുപാട് പ്രാവശ്യം നിലത്തും വെള്ളത്തിലൊക്കെ പോയിട്ടുണ്ട്. എന്നാലും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലാണ്ട് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ. ഇതിന് 4300 രൂപയ്ക്കാണ് ഇപ്പോൾ അവർ വിൽക്കുന്നത്. വില കൂടാൻ കുറയാം. ഇപ്പോഴത്തെ വിലയാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം.
അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.